ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രമെടുത്താൽ അവയുടെ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല, പറഞ്ഞാലൊട്ട് അവസാനിക്കുകയുമില്ല. അത്തരത്തിലൊരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണോദേവി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസികൾ അവരുടെ പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം ത്രികുട കുന്നുകൾക്ക് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ 1 കോടിയിലധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരിടമാണ്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വൈഷ്ണോദേവിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒട്ടേറെ കഥകളാണ് പ്രചരിക്കുന്നതെങ്കിലും അവയിൽ പലതും വിശ്വാസികൾക്ക് അറിയുന്നവയല്ല. വൈഷ്ണോദേവിയുടെ പ്രതിഷ്ഠയിരിക്കുന്ന ഗുഹയ്ക്ക് 98 അടി നീളമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം തീർത്ഥാടകർ വരുന്ന ഇവിടേക്ക് ഈ ദൂരം കടന്നെത്തിച്ചേരുക എന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെയാണ് യഥാർത്ഥ ഗുഹയുടെ സമീപത്തെത്താനായി മറ്റു 2 ഗുഹകൾ കൂടി പണിയുന്നത്. അങ്ങനെ ആ ഗുഹകൾ വഴി എളുപ്പത്തിൽ തീർത്ഥാടകർക്ക് പ്രധാന ഗുഹയിൽ എത്താനായിട്ടും സാധിക്കും. ഗുഹയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പലതരത്തിലുള്ള കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാഭാരതവുമായി ഇതിനുള്ള ബന്ധം. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരുടെ വിജയത്തിനായി അർജുനൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചതായാണ് പറയപ്പെടുന്നത്. പഠനങ്ങൾ അനുസരിച്ച് ഈ ഗുഹയ്ക്ക് ഏകദേശം 1 മില്യൺ വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുരാണങ്ങളിൽ ഏറെ പറഞ്ഞിട്ടുള്ള ചരൺ ഗംഗ എന്ന നദി ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് വിശ്വാസം. ഗുഹയ്ക്കുള്ളിൽ വൈഷ്ണോദേവിയുടെ കാലടികൾക്ക് താഴെ നിന്നും ഇത് ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഈ ജലപ്രവാഹം മുറിച്ചു കടന്നാൽ മാത്രമേ ആളുകൾക്ക് ഗുഹയിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഗർഭസ്ഥ ശിശുവിനെ ആരാധിക്കുന്ന ഒരിടം കൂടെയാണിവിടെ. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇടമാണ് ഈ ഗുഹ എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗുഹയ്ക്ക് ഏറ്റവും ഉള്ളിലെ പ്രധാന സ്ഥലമായ ഗർഭഗൃഹത്തിനുമുള്ളിലായി മറ്റൊരു ഗുഹ കൂടെയുണ്ട്. ഇവിടെ ദേവി 9 മാസമായ ഒരു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഒരിക്കൽ ഇതിനുള്ളിൽ കടന്നാൽ അതുപോലെ തന്നെ പുറത്തിറങ്ങാനാവില്ല എന്നാണ് വിശ്വാസം. ജനനത്തിന്റെ മഹാത്മ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ജനിക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ ഗുഹയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആർക്കും തന്നെയില്ല. എങ്ങനെയാണ് ഈ ഗുഹ രൂപപ്പെട്ടതെന്നോ അതല്ലെങ്കിൽ ഇവിടെ എത്തരത്തിലാണ് പൂജകൾ തുടങ്ങിയതെന്നോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഇവിടെ ചുറ്റുമുള്ള ആർക്കും തന്നെയില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ഉയരത്തിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വൈഷ്ണോദേവിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ ഭവനാണ് ഈ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഡൽഹി നഗരത്തിൽ നിന്നും IRCTC ഒരുക്കുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ പുറപ്പെടുന്ന മാതാ വൈഷ്ണോദേവി തീർത്ഥയാത്ര ഏറ്റവും മുടക്കിൽ ഖത്രയിലെ വൈഷ്ണോദേവിയെ കാണാൻ പോകാൻ സാധിക്കുന്ന യാത്രയാണ്. 3 രാത്രിയും 4 പകലും നീണ്ടു നിൽക്കുന്ന യാത്ര പോയി വരുന്നത് ട്രെയിനിൽ തന്നെയാണ്. വാരാന്ത്യങ്ങൾ ഒഴികെ എല്ലാ ദിവസവും രാത്രി 8:10 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. അവിടുന്ന് ഒരു non-AC ബസ്സിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായ ഖത്രയിലേക്ക് പോകുന്നു. പോകുന്ന വഴി സരസ്വതി ഡാമും സന്ദർശിക്കും. IRCTCയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ നിങ്ങളെ ബാൻഗംഗ എന്ന സ്ഥലത്താണ് എത്തിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെ പോകാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങളും വിശ്വാസങ്ങളും കഥകളും ചേരുന്ന ഇടമാണ് ഖത്രയിലെ വൈഷ്ണോദേവി ക്ഷേത്രം. വർഷത്തിൽ 1 കോടിയിലധികം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നുവെന്നാണ് കണക്ക്. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ തിരക്കനുഭവപ്പെടാറുണ്ടെങ്കിലും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് കൂടുതലായും ആളുകൾ എത്തുന്നത്. മഞ്ഞുവീഴ്ചയുള്ള ഡിസംബർ ജനുവരി കാലത്ത് പൊതുവെ ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി വൈകിട്ടോടെ തന്നെ നിങ്ങൾക്ക് ഖത്രയിൽ നിന്ന് മടങ്ങാനും സാധിക്കും.